My dear students, we already discussed the portions: peak value of AC, mean value of AC, root mean square value of AC or RMS value. And here we are going to discuss about what we mean by effective value or virtual value of AC. Effective value or virtual value of AC. The effective value of an alternating current is defined as that magnitude of the direct current which produces the same heating effect in a given resistance in a given time as the alternating current. അതായത് നമ്മൾ രണ്ട് സർക്യൂട്ട്സ് കൺസിഡർ ചെയ്യുക, എ സി സർക്യൂട്ട് ആൻഡ് ഡി സി സർക്യൂട്ട്. അപ്പോൾ ഈ എ സി സർക്യൂട്ടിലൂടെ ഒരു പർട്ടിക്കുലർ കറണ്ടിനെ കടത്തി വിടുമ്പോൾ അവിടെ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇതേ സെയിം ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവാനായിട്ട് നമ്മൾ ഡി സിയിലൂടെ എത്ര കറണ്ടിനെ കടത്തി വിടണം എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ ആണ് എഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ വിർച്വൽ വാല്യൂ. It can be shown that the effective values are EV is equal to E0 by root 2 and IV is equal to I0 by root 2. എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് E0 by root 2 അല്ലെങ്കിൽ I0 by root 2 തന്നെയാണ്. Okay, that's the four terms related with the AC circuit. And we are going to a new topic, circuit analysis using complex number representation. The AC network analysis becomes simple and convenient by the complex number representation. A combination of real and imaginary quantity is called a complex quantity. A complex number can be written as Z is equal to X plus JY. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ജെ വൈ എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നതാണ് എക്സ് ആൻഡ് ജെ വൈ റെപ്രസെൻറ്റ്സ് ദി ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റേഷൻ രീതിയിൽ സർക്യൂട്ട്സ് അനലൈസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ജെ വൈയിൽ ജെ റെപ്രസെൻറ്റ്സ് റൂട്ട് -1. The complex numbers are represented in Cartesian coordinates by a vector in a complex plane by choosing real axis along the x-axis and imaginary axis along the y-axis. അപ്പോൾ എന്താണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ x-ആക്സിസിൽ എന്താണ് റിയൽ ആക്സിസും y-ആക്സിസിനെ ഇമാജിനറി ആക്സിസുമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ പി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് റിയൽ ആക്സിസിലുള്ള പ്രൊജക്ഷനാണ്, ദാറ്റ് ഈസ് എക്സ്, ആൻഡ് ഇമാജിനറി പാർട്ട് ഈസ് ദി പ്രൊജക്ഷൻ അലോങ് ദി വൈ ആക്സിസ്, ദാറ്റ് ഈസ് വൈ. And the absolute value or modulus of the complex number is the length OP, that is Z. And there is an angle theta which is called the phase of the number. ഇനി നമ്മൾ പിയുടെ ബ്രാക്കറ്റിൽ ആർ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കോർഡിനേറ്റ്സ്. അതിനെയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുക. ആർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ, ആ നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ, അതായത് ഇസഡിനെയും, തീറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ നമ്പറിൻ്റെ ഫേസിനെയുമാണ്. So we can represent x is equal to r cos theta and y is equal to r sin theta. x ഉം y കിട്ടിക്കഴിഞ്ഞാൽ z റെപ്രസെൻറ്റ് ചെയ്യാം. z is equal to x plus jy ആണ്. So which is equal to r cos theta plus j r sin theta. r കോമൺ ആയിട്ട് പുറത്തെടുത്തു, cos theta plus j sin theta which is called e raised to j theta. So we get z is equal to r into e raised to j theta, where r is equal to root of x square plus y square. Theta is equal to tan inverse y by x. അതായത് നമുക്ക് ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഏതൊരു വെക്ടറിനെയും കോംപ്ലക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ നമ്മുടെ എ സി നെറ്റ്വർക്ക് അനാലിസിസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈനുസോയിഡൽ വാല്യൂസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ടിനെ നമ്മൾ കോംപ്ലക്സ് നമ്പറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. So E is equal to E0 sin omega t, I is equal to I0 sin omega t എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെയും കറണ്ടിനെയും നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. E is equal to E0 e raised to j omega t അല്ലെങ്കിൽ I is equal to I0 e raised to j omega t. അതായത് ഈ ഒരു e raised to j omega t എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഇമാജിനറി പാർട്ട് മാത്രമാണ് sin omega t. So we can represent E is equal to E0 e raised to j omega t and I is equal to I0 e raised to j omega t. ഇനി അങ്ങോട്ട് നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ടിനും ഇ എം എഫിനും ഈ ഒരു കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടാണ് ചെയ്യുക. ഇനി നമ്മളിപ്പം ഈ കറണ്ടിൻ്റെയോ ഇ എം എഫിൻ്റെയോ വാല്യൂവിൽ I is equal to I0 sin omega t plus or minus alpha എന്തെങ്കിലും ഒരു ഫേസ് കൂടുതലോ കുറവോ അങ്ങനെ ഒരു ആംഗിളിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. I is equal to I0 e raised to j omega t plus or minus alpha. Okay, first of all we have to start with the topic AC circuit containing
പ്യുവർ റെസിസ്റ്റൻസ് ഉള്ളി, ഒരു റെസിസ്റ്റൻസ് മാത്രം കണക്ട് ചെയ്തിട്ടുള്ള എ സി സർക്യൂട്ട് അനലൈസ് ചെയ്യുവാണ്. ദ സർക്യൂട്ട് ഈസ് ഹിയർ, ദർ ഈസ് എ റെസിസ്റ്റൻസ് ആർ and EMF is equal to E0 e raised to j omega t. E is equal to E0 e raised to j omega t ആണ്. അപ്പോൾ നമുക്ക് ആ ഇനെ I into R എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. therefore I is equal to E0 e raised to j omega t divided by R. E0 by Rനെ നമുക്ക് I0 എന്ന് എഴുതാം, പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. therefore we get I is equal to I0 e raised to j omega t. That is, the current has the same form and frequency as the applied voltage, which means the current is in phase with the applied voltage. Applied voltage എങ്ങനെയാണോ അതേ ഫേസിൽ തന്നെയാണ് കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത്. So we can represent graphically. This is the curve. The black line represents EMF and the dotted line represents current. And if in these figures, the first figure represents the vector representation. This just represent the vectors E vector and I vector. And the second figure represents the complex number representation or phasor diagram. X axis real axis ne, y axis imaginary axis ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് രണ്ട് വെക്ടേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റേഷൻ. E0 and dotted line represents I0. That's all about AC circuit containing pure resistance only. Then we are going to discuss AC circuit containing pure inductance only. ഒരു ഇൻഡക്ടർ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള ഒരു AC സർക്യൂട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. This is our figure. There is an inductor having inductance L and the EMF E is equal to E0 e raised to j omega t. So we know inductor is a device which temporarily stores energy in the form of magnetic field when electric current flows through it. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഇൻഡക്ടർ ആകുമ്പോൾ കോയിൽ ഫോമിലാണ്, അപ്പോൾ അവിടെ ഒരു നല്ലൊരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫലമായിട്ട് ദർ ഈസ് എൻ ഇൻഡ്യൂസ്ഡ് EMF ഓൾസോ. So to maintain the current flow through the inductor, the applied voltage must be equal and opposite to the induced voltage. So here the EMF, applied EMF is equal to E0 e raised to j omega t, equation number 1, and the induced EMF, EMF induced in the inductor, which is equal to minus L into di by dt. L is the inductance or self-inductance of our inductor and I is the instantaneous current in the circuit. Therefore, di by dt is the rate of change of current at any instant. So these are our equations. E is equal to E0 e raised to j omega t and the E induced is equal to minus L into di by dt. So we say that to maintain the current flow through the inductor, this applied voltage must be equal and opposite to this induced EMF. This we can write the EMF equation of this circuit is E is equal to minus E induced. E is equal to minus E induced. Therefore, E0 e raised to j omega t is equal to minus E induced. E induced is equal to minus L into di by dt. Minus and minus plus I. E0 e raised to j omega t is equal to L into di by dt. Therefore, E0 e raised to j omega t minus L into di by dt is equal to 0. അതിൽ നിന്ന് di by dt equation എഴുതാം. di by dt is equal to E0 e raised to j omega t divided by L. On integrating we get integral di by dt is equal to integral E0 e raised to j omega t by L into dt. Therefore I is equal to E0 by L. Integral of e raised to j omega t is equal to e raised to j omega t divided by j omega. We know 1 by j is equal to minus j, which is equal to e raised to minus j pi by 2. അതെങ്ങനെയാണ് വന്നത്? e raised to minus j pi by 2 എന്ന് പറയുന്നത് cos pi by 2 minus j sin pi by 2 ആണ്. cos pi by 2 0, sin pi by 2 1, therefore minus j. അപ്പം ഇവിടെ നമുക്ക് 1 by j നെ minus j എന്ന് എഴുതാം, minus j നെ e raised to minus j pi by 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ I is equal to E0 by L into e raised to j omega t divided by j omega ആണ്. അതെങ്ങനെ എഴുതാം? I is equal to E0 by L e raised to j omega t by j omega. അവിടെ 1 by jക്ക് പകരം മൈനസ് j കൊടുക്കുവാണ്. മൈനസ് j എന്ന് പറയുന്നത് e raised to minus j pi by 2. Therefore I is equal to E0 by L omega e raised to j omega t into e raised to minus j pi by 2. Therefore which is equal to E0 by L omega e raised to j
omega t minus pi by 2. Here L omega is called the inductive reactance. We represent it as XL. L omega is equal to XL, inductive reactance. Therefore I is equal to E0 by XL e raised to j omega t minus pi by 2. We can write E0 by XL as I0. I0 is equal to E0 by XL, peak value of current. Therefore we get I is equal to I0 e raised to j omega t minus pi by 2. Therefore the EMF or the applied EMF is equal to E0 e raised to j omega t, and the current I is equal to I0 e raised to j omega t minus pi by 2. That is, here when an inductor is connected, the current lags behind the EMF by pi by 2. So we can represent graphically. The black line represents E is equal to E0 e raised to j omega t, and dotted line represents the current which lags by pi by 2. I is equal to I0 e raised to j omega t minus pi by 2. And the complex number representation be like real axis x axis, imaginary axis is the y axis, and E0 I0 there is a 90-degree lags or pi by 2 degree difference between E0 and I0. And vector representation be like this is E and I.